അതായത് സ്ഥിരമായിട്ട് അലർജി വരുന്ന ആൾക്കാർക്ക് ഈ നേസൽ സെപ്റ്റം ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് അതിൻ്റെ റീസൺസ് നേസൽ സെപ്റ്റം തിക്നെസ് കൂടുക എന്നുള്ളത് അല്ലെങ്കിൽ ഡീവിയേഷൻ വരുന്നത് സഡൻ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സേ അല്ല. സ്ഥിരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോമൺ കോൾഡ് എന്നുള്ളതിൻ്റെ ഒരു ക്രോണിക് ഫേസാണ് അലർജിക് റൈനൈറ്റിസ്. അത് സ്ഥിരം ജലദോഷം വന്നു, കോമൺ കോൾഡ് വന്നു, പിന്നെ അലർജിക് റൈനൈറ്റൈസ് വന്നു. അത് കോമൺ ആയിട്ട് കുറേ കൊല്ലങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ജലദോഷമൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളൊരു പ്രതലത്തിൽ കൂടെ ഒരു വെള്ളം ഒഴുകാന്ന് വയ്ക്കുക, അവിടെ ഒരു ഫ്രിക്ഷൻ വരുന്നു. അതേപോലെ ജലദോഷം സാധനങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മൂക്ക് ചീറ്റിലും അല്ലാതെ ഡിസ്ചാർജ് വരുന്ന സമയത്തൊക്കെ ഒരു ഫ്രിക്ഷൻ ലെവൽ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂക്കിൻ്റെ സെപ്റ്റത്ത് തിക്നെസ് കൂടാൻ വരുന്നു. ആ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ വന്ന് തിക്നെസ് കൂടാം. ചിലത് സ്ഥിരമായിട്ട് നമ്മൾ നേസൽ മൂക്ക് ചീറ്റുമ്പോഴൊക്കെ ഡീവിയേഷൻ വരാം. ഇതെല്ലാം ട്രിഗർ ചെയ്തിട്ടാണ് മൂക്കിൻ്റെ പാലത്തിനും വള വരുന്നത്. അത് തന്നെ ചില രീതി നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ചീറ്റുമല്ലോ, മൂക്ക് ചീറ്റുമ്പോൾ നേസൽ പോളിപ്പ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടി കൂടുകയാണ്. അതേപോലെ തുമ്മൽ വരുമ്പോഴാണ് അങ്ങനെ രീതിയിൽ നമ്മൾ മൂക്കിൽ ചീറ്റുക. അപ്പോൾ ഒരിക്കലും ഈ തുമ്മലോ ജലദോഷം വരുമ്പോഴോ ഈ അലർജിക് റിയാക്ഷൻ സ്ഥിരമായിട്ട് വരുന്ന പേഷ്യൻറ്റിന് ഒരിക്കലും സ്പീഡിൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചീറ്റാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ആ ഫോഴ്സ് ചെയ്ത് ചീറ്റുമ്പോൾ ഉണ്ടാകുന്ന സംഗതി എന്ന് വെച്ചാൽ നേസൽ പോളിപ്പിൻ്റെ നമ്മൾ ഈ എപ്പിത്തീൽ സെൽസ് ഫോഴ്സായിട്ട് പുറത്തോട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പോളിപ്പായിട്ട് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അലർജി റൈനൈറ്റിസ് ഫ്യൂച്ചറിലേക്ക് പോളിപ്പായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത അതിൽ കിടക്കുന്നുണ്ട്.